ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ടേബിൾ മാറ്റ് ആണ്. ഈ ഒരു അടിപൊളി ടേബിൾ മാറ്റിന് നമുക്ക് ആവശ്യമുള്ളത് വെറും ഒരു മാറ്റി ക്ലോത്തും ഇതുപോലത്തെ ഒരു നീഡിലും സിസേഴ്സും മാത്രമാണ്. അപ്പോൾ വേറെ ത്രെഡ്സ് ഒന്നുമില്ലെങ്കിലും നമുക്കൊരു മാറ്റി ക്ലോത്തിനെ അടിപൊളി ടേബിൾ ക്ലോത്ത് ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന്. Hi friends, welcome back to my channel Yoh Crochet. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു മാറ്റി ക്ലോത്ത് മാത്രമേ ഉള്ളൂ, വേറെ എംബ്രോയിഡറി ത്രെഡ്സ് ഒന്നുമില്ലെങ്കിലും നമുക്ക് ഇതിനെ ഒരു അടിപൊളി ടേബിൾ മാറ്റായിട്ട് മാറ്റാൻ പറ്റും. അതിനായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്ന് തന്നെ ത്രെഡ് റിമൂവ് ചെയ്ത് ആ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിനായി നമ്മൾ ചെയ്യാൻ പോകുന്നത് മാറ്റി ക്ലോത്ത് ഒരു ഗ്രാഫ് പേപ്പർ പോലെയാണ്. അപ്പോൾ അതിനകത്ത് കുറേ ലൈൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 ലൈൻസ് അവിടെ നിർത്തിയിട്ട് ഈ 4th ലൈൻ നമ്മൾ റിമൂവ് ചെയ്യാനാണ് പോകുന്നത്. ഈ മാറ്റി ക്ലോത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാം നമുക്ക് ഓരോ ലൈൻസ്. ഈ ലൈൻസിൽ 3 എണ്ണം വിട്ട് 4ാമത്തെ ലൈൻ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റുന്നതാണ്. ഈ ത്രെഡ് പുള്ള് ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് 4 ത്രെഡ്സ് കൂടിയിട്ടാണ് ഒരു ലൈൻ ആവണത്. അപ്പോൾ 2 എണ്ണം വീതം വേണം പുള്ള് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് പുള്ള് ചെയ്ത് നിന്ന് അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മുകളിലുള്ളത് 2 എണ്ണം ആദ്യം വലിച്ചെടുക്കുക, അത് കഴിഞ്ഞിട്ട് വേണം താഴെയുള്ളത് വലിച്ചെടുക്കാനായിട്ട്. ഈ ത്രെഡ്സ് പുള്ള് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് മാക്സിമം പൊട്ടിപ്പോവാതെ ഫുൾ ലെങ്ത്ത് നമ്മുടെ മാറ്റി ക്ലോത്തിൻ്റെ ലെങ്ത്ത് എത്രയാണോ ആ ഫുൾ ലെങ്ത്ത് നമുക്ക് പൊട്ടിപ്പോവാതെ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഈ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ ടേബിൾ ക്ലോത്ത് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സൈഡിലത്തെ നമ്മൾ ത്രെഡുകളെല്ലാം പുള്ള് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ മാറ്റി ക്ലോത്ത് ഈ രീതിയിലായിരിക്കും കാണുന്നത്. ഇനി നമ്മൾ ഇത് തന്നെ നമ്മൾ നീളത്തിൽ ചെയ്ത് കഴിഞ്ഞ് വീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ചെയ്ത പോലെ തന്നെ 3 ലൈൻ ലീവ് ചെയ്ത് 4ാമത്തെ ലൈൻ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റുന്നതാണ്. നമ്മുടെ മാറ്റി ക്ലോത്തിൽ നിന്ന് 2 വശത്തു നിന്നും, അതായത് നീളവും വീതിയിലും 3 എണ്ണം വെച്ച് വിട്ട് 4ാമത്തെ ലൈൻ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മാറ്റി ക്ലോത്ത് ഫൈനലായിട്ട് ഇതുപോലെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇതിലാണ് നമ്മൾ ഓരോ പാറ്റേൺസ് വർക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് മാറ്റി ക്ലോത്തിൽ നിന്ന് റിമൂവ് ചെയ്ത് കിട്ടിയ ഈ ത്രെഡ്സ് 4 എണ്ണം നമ്മൾ ഒരുമിച്ചാക്കാണ് ചെയ്യുന്നത്. 4 ത്രെഡ്സ് ഇതുപോലെ ഒരുമിച്ചാക്കി ഒന്ന് റോൾ ചെയ്ത് എടുത്തു വയ്ക്കാം. ഇതുപോലെ എല്ലാം 4 എണ്ണം വെച്ചെടുത്ത് റോൾ ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ രീതിയിൽ നമ്മൾ ഓരോ ലൈൻ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ റോൾ ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാറ്റി ക്ലോത്തിൽ ഇനി നമ്മൾ വർക്ക് ചെയ്യാനാണ് പോകുന്നത്. അതിനായി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ത്രെഡിനെ ഇതുപോലെ നമ്മൾ 4 എണ്ണം വെച്ച് എടുത്ത് ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ആ ത്രെഡിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ ഡിസൈൻസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതാണ് സെൻറ്റർ എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അതിന് ചുറ്റും ഏതെങ്കിലും ഒരു സ്പോട്ടിൽ ഇതുപോലെ നീഡിലൊന്ന് ഇൻസേർട്ട് ചെയ്യാം. ഇതായിരിക്കും നമ്മുടെ സെൻറ്റർ സ്പേസ്. ഒന്ന് അടിയിൽ കൂടെ എടുക്കുക, പുള്ള് ചെയ്തെടുക്കുക, വീണ്ടും തൊട്ടടുത്തത് 3 ലൈനുള്ളതിൽ അതിൻ്റെ മുകളിൽ കൂടെ എടുത്ത് സൈഡിലേക്കുള്ള ഇത് നമ്മുടെ ഫസ്റ്റ് പെറ്റലായിരിക്കും. നമ്മൾ ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ടിൽറ്റ് ചെയ്ത് നമ്മൾ സെൻറ്ററിലേക്ക് കൊണ്ടുവരും. നമ്മൾ 2 ലൈൻസ് വെച്ച് നമ്മൾ എടുക്കുന്നുള്ളൂ. വീണ്ടും ആ ചെയ്തതിൻ്റെ മുകളിൽ കൂടെ തന്നെ നമ്മൾ ആദ്യം ഇൻ ചെയ്ത് കൊടുത്ത് ഔട്ട് ചെയ്യുക, ഔട്ട് ചെയ്ത് കൊടുത്ത് ഇന്നും ചെയ്ത് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇന്നും ഔട്ടും ചെയ്ത് എടുക്കാം. വീണ്ടും സെൻറ്ററിലേക്ക് വരാം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് പെറ്റൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പെറ്റലിന് നമ്മൾ വീണ്ടും സൈഡിലേക്ക് എടുക്കുക,
ഇൻ ഔട്ട് ചെയ്ത് ഓൾട്ടർനേറ്റ് ആയിട്ട് ഈ രീതിയിൽ ചെയ്ത് സെൻറ്ററിലേക്ക് എത്തിക്കാം. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വന്നു. ഇനി സ്ലാൻറ്റിങ് പോവാം. ഇൻ ഔട്ട് ഇൻ ഔട്ട്, വീണ്ടും ഇൻ. ഇത് തന്നെ നമ്മൾ ഒന്നുകൂടി ഫ്ലവറിന് ഒരു തിക്നെസ് കിട്ടാനാണ് നമ്മൾ ചെയ്തതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഒന്നുകൂടെ ചെയ്യുന്നത്. ആദ്യം ഇൻ പോയെടുത്ത് നമ്മൾ ഔട്ട് വരും, ഔട്ട് പോയെടുത്ത് ഇൻ വരും. അപ്പം നമുക്ക് 4 പെറ്റൽസ് ഇതുപോലെ തന്നെ ബാക്കി കംപ്ലീറ്റ് ചെയ്യും. ഈ ഒരു രീതിയിൽ പാറ്റേൺസ് ചെയ്യാനാണ് നേരത്തെ നമ്മൾ പൊട്ടാതെ മാക്സിമം ലെങ്ത്തിൽ ത്രെഡ് വേണമെന്ന് പറഞ്ഞത്. അപ്പം എത്രയും ലെങ്ത്തിൽ നിങ്ങൾക്ക് കിട്ടണോ അപ്പം അത്രയും അനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ലാസ്റ്റ് പെറ്റലിലെത്തി. ഓരോ സൈഡിലും 2 എണ്ണം വെച്ച് കിട്ടും നമുക്ക്. ഇനി ഇതിനെ നമുക്ക് ബാക്കിൽ ടൈ ചെയ്ത് വയ്ക്കാം. ഈ രീതിയിൽ നിങ്ങൾക്ക് ഫുൾ മാറ്റി ക്ലോത്തിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ സെക്കൻഡ് ഫ്ലവറിൻ്റെ എൻഡിലെത്തി. ഇനിയിപ്പോൾ നിങ്ങളുടെ ത്രെഡ് നല്ല നീളമുള്ള ത്രെഡ് ആണെങ്കിൽ ഇതിനെ ഇവിടെ വെച്ച് ഫിനിഷ് ഓഫ് ചെയ്യണ്ട. അതിന് പകരം തൊട്ടടുത്ത ഫ്ലവർ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഫ്ലവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് തൊട്ടടുത്തടുത്ത് ടച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് സ്കിപ്പ് ചെയ്താൽ മതിയാവും. ഫ്ലവർ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റിലായിരിക്കും നമ്മുടെ സെൻറ്റർ വരുന്നത്. ഈ സെയിം ലൈനിൽ തന്നെ ആയിട്ട് വരാൻ ശ്രദ്ധിക്കുക. അപ്പം ഇതായിരിക്കും സെൻറ്റർ ആയിട്ട് വരുന്നത്. പക്ഷെ ഞാനിവിടെ ഒരു സ്പേസ് ലീവ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഫ്ലവർ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാൻ 2 സ്പേസ് വിട്ടിട്ട് മൂന്നാമത്തെ ആയിരിക്കും എൻ്റെ സെൻറ്റർ ആയിട്ട് വരുന്നത്. അപ്പം അടിയിലേക്ക് ഞാൻ എടുത്തതിൻ്റെ ഒരു സ്പേസ് സ്കിപ്പ് ചെയ്യുക, നെക്സ്റ്റ് സ്പേസ് സ്കിപ്പ് ചെയ്ത് തൊട്ടടുത്തതിൻ്റെ ആണ് എനിക്ക് സെൻറ്റർ വരുന്നത്. അപ്പോൾ അതിനടുത്തുള്ള സ്പേസിൽ ത്രെഡിനെ പുൾ ചെയ്തെടുക്കാം. ഇനി വീണ്ടും നമ്മൾ സാധാരണ പോലെ ഫ്ലവർ വർക്ക് ചെയ്തെടുക്കാം.
നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം ഉണ്ടാക്കി തീർത്തു. ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ ജസ്റ്റ് ഒരു റിഡ്ജ് പോലെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻഡിൽ യാൺ ജോയിൻ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഒരു സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇൻ ഔട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പം ഇതിന് മുകളിൽ വരും, പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്കാണ് വരുന്നത്. ഇനി ഇങ്ങോട്ട് ഈ രീതിയിൽ സിക്സാക്ക് ആയിട്ട് ഫുൾ എൻഡ് വരെ എത്തിക്കാം. ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് ടൈറ്റായിട്ട് പുള്ളി ചെയ്യരുത്, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര വൃത്തികേടായിട്ട് ഇരിക്കും. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് ലൂസായിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഈ രീതിയിൽ എൻഡ് വരെ പോയിട്ട് വീണ്ടും തിരിച്ച് വർക്ക് ചെയ്യാത്ത സ്പേസസിൽ വർക്ക് ചെയ്ത് ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. എൻഡ് വരെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ എടുത്ത് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. നമ്മുടെ അടിപൊളി ടേബിൾ മാറ്റ് ഇവിടെ റെഡിയാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്.